ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്താണ് ചാറ്റ് ജി പി ടി? എങ്ങനെയാണ് ചാറ്റ് ജി പി ടി ഉപയോഗിക്കേണ്ടത്? റിയൽ ലൈഫിൽ എങ്ങനെ ചാറ്റ് ജി പി ടി നമുക്ക് ഉപയോഗിക്കാം? ഈ വീഡിയോയിൽ ചാറ്റ് ജി പി ടി എന്താണ്, ചാറ്റ് ജി പി ടി എങ്ങനെ ഉപയോഗിക്കാം, ചാറ്റ് ജി പി ടി കൊണ്ട് നമുക്ക് എന്താണ് ഗുണം, ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനും എല്ലാവരും കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാറ്റ് ജി പി ടിയോട് തന്നെ ചോദിക്കാം, ചാറ്റ് ജി പി ടി എന്താണെന്ന്. അപ്പോൾ ചാറ്റ് ജി പി ടി എന്താ പറയുന്നത് നോക്കാം. ഐ എം ചാറ്റ് ജി പി ടി, എ ലാർജ് ലാംഗ്വേജ് മോഡൽ ഡെവലപ്ഡ് ബൈ OpenAI. അപ്പോൾ ഫുള്ള് ഇൻഫർമേഷനും തരുന്നുണ്ട്. എന്താണ് ചാറ്റ് ജി പി ടി എന്നുള്ളത് ചാറ്റ് ജി പി ടി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ സക്സസ്ഫുള്ളി ചാറ്റ് ജി പി ടി തന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ലീവ് ലെറ്റർ ചോദിച്ചാലോ, ചാറ്റ് ജി പി ടി തരുമോ നോക്കാം. ലീവ് ലെറ്റർ ഒരു 5 ദിവസത്തേക്ക് ചോദിക്കാം. അപ്പോൾ ലീവ് ലെറ്റർ തരുമോ നോക്കട്ടെ. ലീവ് ലെറ്ററും തരുന്നുണ്ട്. അപ്പോൾ ലീവ് ലെറ്ററൊക്കെ ഇനി കറക്റ്റ് നമ്മൾ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ തന്നെ ചാറ്റ് ജി പി ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് തന്നെ ലീവ് ലെറ്റർ കറക്റ്റായിട്ട് ചെയ്തു തരുന്നുണ്ട്. ഇതിൽ നമുക്ക് മാനേജറുടെ പേരും എന്താ റീസൺ അങ്ങനെയൊക്കെ മാത്രം മാറ്റിയാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിൻ്റെ അകത്ത്. പിന്നെ എന്താണ് ഇഷ്യൂ എന്നുള്ളതും മാറ്റിയാൽ മതി. ബാക്കിയൊക്കെ കണ്ടൻറ്റ് ചാറ്റ് ജി പി ടി തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ഈ ലീവ് ലെറ്റർ തെറ്റുമോ എന്നുള്ള പേടി ആർക്കും വേണ്ട. ഇനി അടുത്തത് നമുക്ക് എന്ത് ചോദിക്കാം, ഒരു റെസ്യൂം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. ഫ്രഷേഴ്സിന് പറ്റിയ റെസ്യൂം റെഡിയാക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. അപ്പോൾ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു നോക്കാം, ഒരു റെസ്യൂം ഉണ്ടാക്കി തരുമോ, എന്താണെന്ന് പറയാൻ നോക്കാം. അപ്പോൾ നെയിം, ഒബ്ജക്റ്റീവ്, എഡ്യൂക്കേഷൻ, C++, ജാവ, പൈത്തൺ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചാറ്റ് ജി പി ടി തന്നെ തരുന്നുണ്ട്. അപ്പോൾ റെസ്യൂമും തരക്കേടില്ലാതെ നമുക്ക് തരുന്നുണ്ട്. ഇത് അലൈൻമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ നോക്കി ചെയ്യേണ്ടി വരും. അപ്പോൾ കുഴപ്പമില്ലാത്ത റെസ്യൂമും തന്നിട്ടുണ്ട്. ഒരു ഫോർമാറ്റാണ്, ജസ്റ്റ് ഫുള്ള് നമ്മുടെ അലൈൻമെൻറ്റൊക്കെ ചെയ്ത് നമ്മൾ ബോർഡറൊക്കെ ഇട്ട് അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഇൻഫർമേഷൻസ് മാത്രം, എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, പേര് എന്തൊക്കെയാണ്, അതൊക്കെയാണ് വന്നേക്കണത്. അല്ലാതെ ജസ്റ്റ് എങ്ങനെ അലൈൻമെൻറ്റ് ചെയ്ത് ഫുള്ളായിട്ട് റെസ്യൂം സാമ്പിളായിട്ട് തരുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തി ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത് നമുക്ക് വേറെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ചോദിക്കാം. അതായത് സിമ്പിൾ എന്നല്ല, നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഇതിൻ്റെ എങ്ങനെ ചെയ്യും എന്നൊക്കെ ആലോചിക്കാം. ഫോർ ആൻ എക്സാമ്പിൾ, ഒരു സാരി എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചാലോ. സാരി എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചു നോക്കാം. ചാറ്റ് ജി പി ടി എന്ത് പറയുന്നു നോക്കാം. സ്റ്റെപ്പൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. 2 സ്റ്റെപ്പായി. ഇപ്പോൾ 3ാമത്തെ സ്റ്റെപ്പ്, 4ാമത്തെ സ്റ്റെപ്പ്, 5, 6, 7, 8, 9, 10. ഈ 10 സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സാരി നന്നായിട്ട് എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരോടും ഇത് ചാറ്റ് ജി പി ടി പറഞ്ഞ സ്റ്റെപ്പാണ്, അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കണം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ട്രൈ ചെയ്താലല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ സാരി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചാറ്റ് ജി പി ടി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇനി എന്തെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ. കേരള PSCയിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. PSCയിലെ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ഒന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കും, ഇതിലുള്ളത് എല്ലാം കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ക്രോസ് വെരിഫൈ ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇൻഫർമേഷൻ കറക്റ്റ് ആവാൻ ചാൻസസ് കൂടുതലാണ്. എന്നാലും നിങ്ങൾ നോക്കി കറക്റ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇത് 5 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് 5 എണ്ണം ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് 5 എണ്ണം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 10 എണ്ണം ചോദിച്ചു നോക്കിയാലോ. 10 ക്വസ്റ്റ്യൻസ് തരുമോ എന്ന് ചോദിച്ചു നോക്കിയാലോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. 10 എണ്ണം തരുമോ എന്ന് ചോദിക്കാം. 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനായി, 2ാമത്തെ ക്വസ്റ്റ്യനായി, 3ാമത്തെ ക്വസ്റ്റ്യനായി,
നാലാമത്തെ ക്വസ്റ്റ്യനായി, അഞ്ചാമത്തെ ക്വസ്റ്റ്യനായി, ആറാമത്തെ ക്വസ്റ്റ്യനായി. ഇപ്പോൾ 10 എന്തായാലും വരുന്ന ഉറപ്പായി. ഇപ്പോൾ 6 ഏഴാമത്തെ ക്വസ്റ്റ്യനായി, 8ാമത്തെ ക്വസ്റ്റ്യനായി. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, ഇതിൽ നോക്കി ആരും പഠിച്ച് പോകരുത്. നോക്കിക്കോ, എന്നിട്ട് വീണ്ടും വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തിട്ടൊക്കെ പോകണം. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ 10 ക്വസ്റ്റ്യൻ ചാറ്റ് GPT തന്നിട്ടുണ്ട്, 10 ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. ഇപ്പോൾ 10 PSC ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ചോദിച്ചതെല്ലാം ഇനിയിപ്പോൾ ഇതുവരെ ചോദിച്ചതെല്ലാം കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് എന്തെങ്കിലും കുക്കിങ്ങിനെ പറ്റി ചോദിച്ചാലോ. കുക്കിങ്ങിനെ എങ്ങനെ എന്തുണ്ടാക്കുന്ന ആലോചിക്കും. ഒരു സാമ്പാർ ഉണ്ടാക്കാനാ, സാമ്പാർ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം. അറിയില്ല എങ്ങനെയായിരിക്കുന്നത്. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പോലെയൊക്കെ സ്റ്റെപ്പുകൾ ഉണ്ടാവുന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് സാമ്പാറിൻ്റെ സ്റ്റെപ്സ്. ഇപ്പോൾ സാമ്പാർ എന്താണെന്ന് പറയുന്നുണ്ട്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5, സ്റ്റെപ്പ് 6, സ്റ്റെപ്പ് 7, സ്റ്റെപ്പ് 8, സ്റ്റെപ്പ് 9, 10. അപ്പോൾ 10 സ്റ്റെപ്പിൽ സാമ്പാർ റെഡി എന്നാണ് പറയണത്. ഇപ്പോൾ 4-5 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റിയ സാമ്പാറാണ് ചാറ്റ് GPT തന്നേക്കുന്നത്. ഇനി നമുക്ക് നിർവ്വാണം എങ്ങനെ ഉണ്ടാക്കണം എന്ന് ചോദിച്ചാലോ. നിർവ്വാണം എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കിയാൽ പോപ്പുലർ ഡിഷ് കേരള, ഇത്ര ഗ്രാം, ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും പറയുന്നുണ്ട് സാമ്പാർ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻ പറയേണ്ട എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് വീണ്ടും ഞാൻ പറയാം, ചാറ്റ് GPT പറഞ്ഞ നിർവ്വാണമാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഷെഫ് പിള്ളേനെ വെട്ടിക്കാതെന്ന് ആരും വിചാരിക്കരുത്. അപ്പോൾ നോക്കിയും കണ്ടിട്ടൊക്കെ ചെയ്യുക. ജസ്റ്റ് സ്റ്റെപ്പുകളാണ്. ഇപ്പോൾ ഫിഷ് നിർവ്വാണയുടെ സ്റ്റെപ്സും ഇൻഗ്രീഡിയൻസും ഒക്കെ വെച്ച് നോക്കിയിട്ട് ഇത് ഉണ്ടാക്കിയവർക്കറിയാം ഇത് കറക്റ്റാണോ ഇല്ലയെന്ന്. അപ്പോൾ ഉണ്ടാക്കിയവരൊന്ന് നോക്കിയിട്ട് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ഇന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാം. അപ്പോൾ അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും സ്റ്റെപ്പൊക്കെ കറക്റ്റാണോ എന്നുള്ളത്. അപ്പോൾ അവരൊന്ന് നോക്കിയിട്ട് കമൻറ്റിലൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം ഇത് കറക്റ്റാണോ ഇല്ലയെന്നുള്ളത്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ടെക്നിക്കലിലേക്ക് പോയാലോ. ഒന്ന് പ്രോഗ്രാം പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് ഹലോ വേൾഡ് ട്രൈ ചെയ്യാം പൈത്തണിൽ. അപ്പോൾ ഹലോ വേൾഡിനുള്ള പ്രോഗ്രാം ചാറ്റ് GPT തന്നു. ഇനി നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കിയാലോ. കാൽക്കുലേറ്ററിൻ്റെ പ്രോഗ്രാം ചോദിച്ചു നോക്കിയാലോ, അത് തരുമോയെന്ന് അറിയാലോ. അപ്പോൾ കാൽക്കുലേറ്ററിൻ്റെ പ്രോഗ്രാം നോക്കാം നമുക്ക്. അപ്പോൾ കാൽക്കുലേറ്ററിൻ്റെ പ്രോഗ്രാം ചാറ്റ് GPT തന്നെ റൈറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാ കോഡുകളും ചാറ്റ് GPT പറയുന്നത് കറക്റ്റാണെന്നാണ്. അപ്പോൾ ചാറ്റ് GPT കോഡ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ശരിയാണോ എന്നൊന്ന് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ അതിന് ഞാനിത് കോപ്പി ചെയ്തിട്ട് ഫുള്ള് കോപ്പി ചെയ്തിട്ട് നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കാം വർക്കാവുണ്ടോ എന്ന്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം വർക്കാവുണ്ടോ എന്ന്. അപ്പോൾ ഇത് റണ്ണാവുന്നുണ്ട്. അപ്പോൾ കണക്റ്റിംഗ് കാണിക്കുന്നുണ്ട്. വർക്കാവുമെന്നാണ് തോന്നുന്നത്. വർക്കാവാൻ ചാൻസ് ഉണ്ട്. ഏകദേശം വർക്കായി. ഓക്കെ, ഇപ്പോൾ വർക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താണ് എൻ്റർ യുവർ ചോയ്സ് എന്ന്. അപ്പം ഞാനിവിടെ ഒരു തെറ്റ് എൻ്റർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ വാല്യൂ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് എറർ വരുമോ എന്ന് നോക്കാം നമുക്ക്. ഇൻവാലിഡ് ഇൻപുട്ട്. കാരണം ഞാൻ ചോയ്സ് അടിച്ചത് 1, 2, 3 പകരം വലിയൊരു നമ്പർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇൻവാലിഡ്. അപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്കൊന്ന് കറക്റ്റ് വാല്യൂ അടിച്ച് നോക്കാം. ഒന്നുകൂടെ റൺ ചെയ്തിട്ട് കറക്റ്റ് വാല്യൂ അടിച്ച് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം.
ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ എൻ്റർ ചോയ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ ഒരു വാല്യൂ എടുക്കുക 3 കൊടുക്കുക, മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിൽ ഫസ്റ്റ് ഏതാണ് നമ്പർ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് അടിക്കുക. പിന്നെ 6 7 വാല്യൂ, ഇത് വാല്യൂ കറക്റ്റാണ് നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാം. അപ്പോൾ ഏകദേശം ഇവിടെ പൈത്തൺ പ്രോഗ്രാമിങ് കറക്റ്റായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ ChatGPT കറക്റ്റായിട്ട് നമുക്ക് പ്രോഗ്രാമൊക്കെ റൈറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ കറക്റ്റ് തന്നെയാണ്, നമുക്ക് പ്രോഗ്രാമിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഉണ്ടോ എന്നൊന്ന് നോക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ സാമ്പിൾ പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തേക്കണം. ഇനി ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യണത് എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ അതിനും ChatGPT കയ്യിൽ ആൻസർ ഉണ്ട്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും ChatGPT പറഞ്ഞു തരും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇതിൽ ചിലപ്പോൾ അവർ ChatGPT അവരുടേതായ രീതിയിലൊക്കെ ആയിരിക്കും തന്നേക്കുന്നത്. ഇത് കറക്റ്റാണോ ഇത് എങ്ങനെയാണോ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറയില്ലല്ലോ, എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നുള്ള സ്റ്റെപ്പ് വരെയും ChatGPT പറയുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ചോദിച്ചു നോക്കാം. ഇത് മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ട് തരുന്നില്ല, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഉള്ള സ്റ്റെപ്പുകളാണ് ഇപ്പോൾ ChatGPT പറഞ്ഞു തരുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിന് പ്രോഗ്രാമിംഗ് ആയിട്ട് തന്നിട്ടില്ല. ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പ്രോഗ്രാമിംഗ് എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റെപ്പ് മാത്രമാണ് അവർ തന്നേക്കണത്. അപ്പോൾ ChatGPT ഉപയോഗിച്ചാൽ എല്ലാവരും പറഞ്ഞു തരുന്നതാണ്. ഇനി എൻ്റെ ഞാനിപ്പോൾ ചെയ്ത ടെസ്റ്റിങ്ങിൽ എനിക്ക് മനസ്സിലായത്. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തൊന്ന് കമൻറ്റിൽ പറയാം. ഇനി ChatGPTയിൽ ഒരു ഓപ്ഷൻ കണ്ടു, ഫ്രീ പ്ലാനും ChatGPT പ്ലസ് പ്ലാനും. അപ്പോൾ ChatGPT ഫ്രീ പ്ലാനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഡിമാൻഡ് ആയിരിക്കും, പിന്നെ സ്റ്റാൻഡേർഡ് റെസ്പോൺസ് ആയിരിക്കും. പിന്നെ പ്ലസ്സിലാണെന്നുണ്ടെങ്കിൽ $20 കൊടുക്കണം. $20 മന്ത്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1600 സംതിങ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഡിമാൻഡ്, ഫാസ്റ്റ് റെസ്പോൺസ്, പിന്നെ നമുക്ക് ന്യൂ ഫീച്ചറൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും എന്നാണ് ChatGPT പറയണത്. ഇത് ആവശ്യമുള്ളവരെടുക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ഫ്രീ പ്ലാൻ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ. വലിയ വ്യത്യാസമൊന്നും വരാൻ പോണില്ല. ഇതിപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് ഇത്തിരി ഫാസ്റ്റായിട്ട് വരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ChatGPTനെ കുറിച്ച് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.